ബാബു, വളരെ ഗൗരവമുള്ളൊരു കാര്യം കൽപ്പനയോട് സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ആവശ്യമില്ലാതെ ഈ കാര്യത്തിൽ ഇടപെടാൻ നീ അകത്തേക്ക് കയറി വന്നേക്കരുത്. കൽപ്പനേ, കൽപ്പനേ, നിങ്ങൾ എന്തിനിപ്പോ ഇങ്ങോട്ട് വന്നു? അദ്ദേഹം ഇവിടെ ഉണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടെ നിന്ന് പോകൂ. കൽപ്പനേ, ഞാനൊരു വീടിന് അഡ്വാൻസ് കൊടുത്തു. നാളെയാണ് രജിസ്ട്രേഷൻ. എനിക്ക് ഉടനടി ഒരു 50,000 രൂപ കൂടെ വേണം. നീ എന്തിനു വിഷമിക്കുന്നു? ഒരു കാര്യം ചെയ്യാം, ഈ ഫോട്ടോകൾ വിജയനെ കാണിക്കാം. അയാൾ അഭിമാനിയാ. ഞാൻ ആവശ്യപ്പെടുന്ന രൂപ തരും. എന്തു പറയുന്നു? നിങ്ങൾ എന്തിനെന്നെ ഇങ്ങനെ കൊല്ലാതെ കൊല്ലുന്നു? ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കുന്നു. ദയവ് ചെയ്ത് ഇവിടുന്ന് പോകൂ. എന്റെ കുടുംബം നശിപ്പിക്കരുത്. എനിക്കാരെയും നശിപ്പിക്കണമെന്ന് ആഗ്രഹമില്ല. രൂപ കിട്ടിയാൽ മതി. നിങ്ങളെ ഭയന്നിട്ടല്ല ഞാൻ രൂപ തരുന്നത്. എനിക്ക് മരിക്കാനും പേടിയില്ല. എന്റെ ഭർത്താവിന്റെ അഭിമാനം ഓർത്താണ് ഞാൻ രൂപ തരുന്നത്. എന്തായാലും വേണ്ടില്ല, എനിക്കിപ്പ രൂപ തരണം. എന്റെ ദൈവമേ, നിനക്കന്നേ എന്റെ ജീവൻ എടുത്തുകൂടായിരുന്നോ? പണം ഉടനെ തരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഈ പ്രോനോട്ടിലൊന്ന് ഒപ്പിട്ട് തന്നേക്കൂ. ഞാൻ പോയേക്കാം. ഒപ്പിടുന്നോ അതോ ഫോട്ടോ വിജയനെ ഏൽപ്പിക്കണോ? അവസാനമായി ചോദിക്കുകയാണ്. എന്താ ഇവിടെ നടന്നത്? എന്താണെന്നാ ചോദിച്ചത്? ഞാൻ പറയാം. എനിക്ക് പണത്തിന് അല്പം അത്യാവശ്യം വന്നു. അതിന് കൽപ്പനയെ കൊണ്ടൊരു പ്രോനോട്ടിൽ ഒപ്പിടിപ്പിച്ചതാ. എന്റെ ഭാര്യയുടെ കയ്യൊപ്പിട്ട് നീ പണം വാങ്ങുന്ന എന്തിനാ? പറയൂ. അത് ഭാര്യയോട് തന്നെ ചോദിക്കണം. കൽപ്പനേ, നിൽക്കടാ അവിടെ. ഇതിന്റെ സത്യം എന്താണെന്ന് എനിക്കറിയണം. നീ എന്തിനെന്റെ ഭാര്യയെ വിരട്ടുന്നു? നിന്നെ കാണുമ്പോൾ എന്തിനവൾ ഭയപ്പെടണം? പറയടാ, പറയാൻ. വിജയ, നീ അതറിയാതിരിക്കുന്നതാണ് നല്ലത്. എനിക്കതറിയണം. അറിഞ്ഞില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. പറയടാ. നീ എന്നെ അടിച്ചു അല്ലേ? നിന്റെ ആയസ് മുഴുവൻ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട കാര്യം ഇതാ. നിന്നെ കണ്ണുകൊണ്ട് തന്നെ കണ്ടോളൂ. വേണ്ട സർ, നിങ്ങൾ ഈ ഫോട്ടോ കാണണ്ട സർ. ബാബു, ആ ഫോട്ടോ ഇങ്ങ് തരൂ. തരാൻ. എടാ പട്ടി, എന്റെ എച്ചിൽ നിന്നിട്ട് എന്നെ തന്നെ നീ കടിച്ചു. നിന്നെ ഞാൻ... സാർ, ദയവ് ചെയ്ത് ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. ഇവിടെ വരുന്നതിന് മുമ്പ് സാറിന്റെ ഭാര്യയാണ് കൽപ്പനയെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, എല്ലാം ഞാൻ വിശദമായി പറയാം. എന്റെ കണ്ണുകൊണ്ട് കണ്ടതുപോലെ ഇനി വിശദമായിട്ട് പറഞ്ഞെന്നെ കേൾപ്പിക്കണം. നിന്നെ ഞാൻ... വിജയ, നിങ്ങളുടെ കുടുംബകഥയെല്ലാം നിങ്ങൾ തമ്മിൽ പറഞ്ഞാൽ മതി. എനിക്ക് നിൽക്കാൻ സമയമില്ല. പണം തരുന്നുണ്ടോ? തരാം. പണത്തേക്കാൾ വിലപ്പെട്ടതാണല്ലോ എന്റെ കുടുംബത്തിന്റെ അഭിമാനം. തരാം.
രവി, ഇതാ നിങ്ങൾ ആവശ്യപ്പെട്ട പണം. $50,000. 1, 2, 3, 4, 5. Thank you. എടാ, എന്റെ കുടുംബജീവിതം തകർത്തവനാണ് നീ. എടാ നന്ദി കെട്ട മൃഗമേ, നീ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല. ക്ഷമിക്കൂ, ഞാനാണ് തെറ്റ് ചെയ്തത്. ഞാനാണ് നിങ്ങളെ വഞ്ചിച്ചത്. എന്നെ കൊല്ലൂ, എന്നെ കൊല്ലൂ. കൽപ്പനെ, കൽപ്പനെ, എന്താ എന്തു പറ്റി? ഞാൻ വല്ല ദുസ്വപ്നവും കണ്ടതായിരിക്കും. കിടന്നുറങ്ങ. ആ ആ ഹലോ, ഞാൻ രവിയാണ്. ബാക്കി 25,000 നാളെ തരാമെന്നാണല്ലോ പറഞ്ഞത്. അതൊന്ന് ഓർമ്മിപ്പിച്ചതാ. നാളെ തന്നെ തരാൻ ഇവിടെ പണം ഇരിപ്പില്ല. എനിക്ക് അല്പം സാവകാശം തരണം. സോറി, അവിടെ ഇല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനോട് വാങ്ങിത്തരണം. അദ്ദേഹം വലിയ പണക്കാരനല്ലേ? അത് എന്റെ ഭർത്താവ് ഇവിടെ ഉണ്ട്. അറിയാതെ പോകുന്നത്. വിജയന്റെ പ്രോഗ്രാം എല്ലാം എനിക്കറിയാം. അയാൾ ഇന്ന് തിരുവനന്തപുരത്ത് പോയതല്ലേ? അപ്പോൾ അയാൾ അറിയാതെ പോയി വാങ്ങാമല്ലോ. ശരി. കൽപ്പനെ, ആരാ ഫോൺ ചെയ്തത്? എന്റെ ഒരു ഫ്രണ്ടാണ്. ഓഹോ, ഞാൻ 11:30 ട്രെയിന് തിരുവനന്തപുരം വരെ പോകുന്നു. നാളെ മടങ്ങും. ദേവകിയമ്മേ, എന്താ കൊച്ചമ്മേ, എന്നെ വിളിച്ചോ? ഞാനൊരു കൂട്ടുകാരുടെ വീട് വരെ പോവാ. വരാൻ അല്പം വൈകും. മോൻ സ്കൂളിൽ നിന്ന് നോക്കിക്കൊള്ളണം. ശരി കൊച്ചമ്മേ. ആ അമ്മാവാ, അച്ഛനെവിടെ? മുകളിലത്തെ മുറിയിലുണ്ട്. മോളിൽ എവിടെ പോയിട്ട് വരുന്നു? ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നതാണ് അച്ഛാ. എന്താ മോളെ? എനിക്ക് ഒരു 25,000 രൂപ വേണം. കടമായിട്ട് തന്നാ മതി. എന്താ ഇത്ര അത്യാവശ്യം? അത് ബാങ്കിൽ അടയ്ക്കാനാ. ഇന്ന് ലാസ്റ്റ് ഡേറ്റാ. അദ്ദേഹം സ്ഥലത്തില്ല. മോളെ, വിജയനെ എനിക്ക് നല്ലോണം അറിയാം. ഇവിടെ നിന്ന് കടം വാങ്ങി ബാങ്കിൽ അടയ്ക്കേണ്ട ഗതികേട് അവനിപ്പ അങ്ങനെ വന്നാൽ തന്നെയും എന്നോട് കടം ചോദിക്കും. അച്ഛാ, ഞാൻ പറയുന്നതിൽ നിനക്ക് വിഷമം തോന്നരുത്. നീ എന്റെ മോള. ഭർത്താവ് അറിയാതെ ഇങ്ങനെ ചെലവ് ചെയ്യുന്നത് ശരിയല്ല. ഞാൻ ഉപദേശം കേൾക്കാൻ വന്നതല്ല. ചോദിച്ച രൂപ തരാനിപ്പോ അത് പറഞ്ഞാ മതി. ശരി, 25,000 അല്ല, 25 ലക്ഷം രൂപയാണെങ്കിൽ ഞാൻ തരാം. ഇതൊക്കെ നിനക്കുള്ളതാണ്. പക്ഷേ ഇപ്പൊ ഈ രൂപയുടെ ആവശ്യം എന്താണെന്ന് നീ പറയണം. ശരി,
എനിക്ക് അച്ഛന്റെ രൂപ വേണ്ട. മോളെ